ഗുഡ് ഈവനിങ്. വെൽക്കം ബാക്ക് ടു ഷാഹീസ് ഫീസ്റ്റ് ആൻഡ് ട്രീറ്റ്സ്. നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു ബീഫ് അച്ചാറിൻ്റെ റെസിപ്പി നോക്കിയാലോ. നല്ല ടേസ്റ്റാണ്, കുറേ ദിവസം കേടുവരാതിരിക്കുകയും ചെയ്യും. ഇത് മാത്രം മതി ചോറുണ്ണാൻ. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് എടുത്ത് വയ്ക്കാം. നമ്മളിതിന് ഉപയോഗിക്കുന്നത് പാടയും കൊഴുപ്പെല്ലാം മാറ്റി ചെറുതായിട്ടരിഞ്ഞ ചെറിയ പീസുകളായിട്ടരിഞ്ഞ 1 കിലോ ബീഫ്. നിങ്ങൾക്ക് എത്രയാണ് വേണ്ട അച്ചാറെന്ന് വെച്ചാൽ അതനുസരിച്ച് എടുക്കാം. അതനുസരിച്ച് പ്രൊപ്പോർഷൻ മാറ്റിയാൽ മതി എല്ലാത്തിൻ്റെയും. പിന്നെ ചെറിയ ഉള്ളി ഒരു 15 to 16 ചെറുതാക്കി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ കൊത്തി അരിഞ്ഞത് നമ്മുടെ അച്ചാർ ലാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഇടാൻ വേണ്ടി ചെറിയൊരു കപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചുമന്നുള്ളി 3 കൂടി മിക്സ് ചെയ്ത് ഇടിച്ചത്. ബീഫ് വേവിക്കുമ്പോൾ നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. ഒരു 4-5 പച്ചമുളക്, 5-6 തണ്ട് കറിവേപ്പില. പിന്നെ അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് വേണ്ട പൊടികളാണ് ഇത് കാണിക്കുന്ന. 3 ടേബിൾ സ്പൂൺ പിക്കിൾ പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. ബീഫ് വേവിക്കുന്ന സമയത്ത് അതിനകത്തോട്ട് ഇടുന്നത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ പെരുംജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾ, 1/4 ടീസ്പൂൺ കുരുമുളക്. ഇതൊക്കെയാണ് ബീഫിലോട്ട് ഇടുന്നത്. പിന്നെ ബീഫ് വേവിക്കുന്ന സമയത്ത് നമ്മൾ അതിനകത്തോട്ട് മാത്രമാണ് വെളിച്ചെണ്ണ, 1/2 കപ്പ് വെളിച്ചെണ്ണ വേണം നമുക്ക്, 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, ഒരു 1/4 കപ്പ് വിനെഗർ, ആവശ്യത്തിന് ഉപ്പ്. ഇതൊക്കെയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. എല്ലാം റെഡിയാണ്. നമുക്ക് തുടങ്ങാം. നമ്മുടെ കുക്കർ സ്റ്റവ് ഓൺ ചെയ്ത് കുക്കർ വെച്ച് അതിനകത്തോട്ട് ബീഫ് ചെറുതായിട്ട് അരിഞ്ഞ് പാടയെല്ലാം നീക്കിയ ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കൂടിയും ചതക്കിയത് 1 ടേബിൾ സ്പൂൺ, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മതി. പൊടികൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പെരുംജീരകം 1/4 ടീസ്പൂൺ, മഞ്ഞൾ 1/2 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ കുരുമുളക്. ഇതൊക്കെ ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിൽ വെള്ളം ചേർക്കണ്ട, ബീഫിനകത്ത് നിന്ന് തന്നെ വെള്ളം നന്നായിട്ട് വരും. നന്നായിട്ട് മിക്സ് ചെയ്ത് ശേഷം നമുക്ക് നമ്മുടെ പ്രഷർ കുക്കർ മൂടി വെച്ച് ബീഫിൻ്റെ മൂപ്പനുസരിച്ച് ഒരു 4-5 വിസിൽ വന്നോട്ടെ, നന്നായിട്ട് വന്നോട്ടെ. ബീഫ് വന്ന ശേഷം നമ്മളതൊരു പാനിലോട്ട് ഇട്ട് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വറുത്തെടുക്കാം. നമ്മുടെ ബീഫെല്ലാം വറുത്ത് നല്ല ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഈ പരുവായി കിട്ടണം നമുക്ക് പിക്കിളിന്. ഇനി നമുക്കൊരു അടി കട്ടിയുള്ള ഒരു ചീനച്ചട്ടിയോ ഉരുളിയോ എന്തെങ്കിലും അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പം അതിനകത്തോട്ട് ഓരോന്നായിട്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും 2 കൂടി ചെറിയ കപ്പിന് 1 കപ്പ് കൊത്തി അരിഞ്ഞത് ആദ്യം ഇട്ട് കൊടുക്കാം. പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞത്, കറിവേപ്പില ചെറുതായി അരിഞ്ഞത്, പിന്നെ ഒരു 14 to 15 ചെറിയ ഉള്ളി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്. ഉള്ളിയുടെ വലുപ്പം അനുസരിച്ച് എടുക്കാം, നിങ്ങളുടെ നമ്പർ മാറ്റാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നമുക്കിത് ഇളക്കി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് മണം വരട്ടെ. ആ സമയത്ത് നമുക്ക് അച്ചാറിലോട്ട് വേണ്ട പൊടികൾ: 3 ടേബിൾ സ്പൂൺ അച്ചാർ പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. തീ ചെറുതാക്കി കുറച്ച് വെക്കണം നമ്മൾ, അല്ലെങ്കിൽ പെട്ടെന്ന് മസാലപ്പൊടിയെല്ലാം കരിഞ്ഞു പോവും. എല്ലാം മൂത്ത് അതിനകത്തോട്ട് നമ്മുടെ ബീഫ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 2-3 മിനിറ്റ് എല്ലാം തമ്മിലൊന്ന് ചേരട്ടെ. അതിനുശേഷം നമുക്ക് വിനെഗർ ഒഴിച്ചു കൊടുക്കാം. നമ്മളൊരു 1/4 കപ്പ്, നിങ്ങൾ കൂടുതൽ കീപ്പ് ചെയ്യാനുള്ള പിക്കിളാണെങ്കിൽ 1 കപ്പ് വരെ ഒഴിക്കാം. നമ്മൾ പെട്ടെന്ന് എടുത്ത് തീർക്കുന്നതാണെങ്കിൽ ഒരു 1/4 കപ്പൊക്കെ മതി. നമ്മുടെ അടിപൊളി ബീഫ് അച്ചാർ റെഡിയാണ്. നമുക്കിനി ഇതൊരു കുപ്പിയിലോട്ട് മാറ്റി, ചൂടെല്ലാം മാറിയ ശേഷം കുപ്പിയിലോട്ട് മാറ്റി പ്രിസർവ് ചെയ്യാം. ഇത് നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്.